ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുള്ളി ഗ്യാതേർഡ് ആയിട്ടുള്ള ഫ്ലെയർഡ് വീനെക്കിലുള്ള ആ ഒരു കുർത്തി, അതായത് നമ്മുടെ ആലിയ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കാട്ടിത്തരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിലാണ് നമുക്കിത് വരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളിതാ ഇതേപോലെ ഒറ്റയായിട്ടാണ് നമ്മൾ മടക്കുക, അതായത് ഒറ്റ മടക്കുന്നത്. നമുക്ക് ബാക്ക് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടുന്നത്. ഇത് ഫ്രണ്ടിനാണ് നമ്മൾ ഇതേപോലെ വെട്ടുന്നത്. അപ്പോൾ ബാക്കും വെട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാട്ടിത്തരാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ, ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് നമ്മൾ ലൂസ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തുണിയൊന്ന് മടക്കിയിടാനായിട്ട്. ഇതേപോലെ തുണി നമ്മൾ മടക്കിയിടുക, അപ്പോൾ അധികം വേസ്റ്റേജ് പോവില്ല. പിന്നെ വരുന്നത് നമ്മുടെ ഇറക്കമാണ്. ഇറക്കം എന്ന് പറയുന്നത് ഇപ്പം എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ തയ്ക്കാൻ പറ്റുന്നത് മെത്തേഡിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര എന്ന് ഞാൻ അളവുകൾ പറയാത്തത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെറ്റീരിയൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏതെങ്കിലും നിങ്ങൾ പറയുന്ന ഒരളവിന് ഞാൻ ചെയ്ത് കാട്ടും. ഇപ്പോൾ ചെസ്റ്റ് വരുമ്പോഴത്തേക്കും 40 ആണ് എങ്കിൽ, എക്സാമ്പിളാണ് പറയുന്നത്, 40 ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടുമ്പോഴത്തേക്കും 12 ഇഞ്ച്. അപ്പോൾ 12 ഇഞ്ചിന് നമ്മൾ തുണി മടക്കിയിടുക. ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇതനുസരിച്ച് തുണി മടക്കുന്നത്. ഇനി നമുക്ക് ഇറക്കമാണ്. ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് ലെങ്ത്. ഇപ്പം വലിയവർക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 12.5 വരും ഷേപ്പ് ലെങ്ത്. ഡിപ്പെൻസ് ആണ് കേട്ടോ, നമ്മുടെ ഓരോരുത്തരുടെ ഹൈറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഷേപ്പ് ലെങ്ത് വരുന്നത്. എന്നാലും ഏകദേശം 12.5, 12.5, 13 നമുക്ക് വരും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 7, 7.5 നമുക്ക് തുടങ്ങും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഷേപ്പ് ലെങ്ത് നമ്മളൊന്ന് എടുക്കുക. അതിനേക്കാളും ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിക്കൊടുക്കുക. അതായത് നമുക്ക് ഷോൾഡർ അടിക്കാനും അതേപോലെ അടിവശം മടക്കാനും ഒക്കെ വേണം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. പിന്നെ അതേ നമ്മുടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് എത്രയാണോ ഷോൾഡർ, അത് നോർമലായിട്ട് നമ്മൾ അതിൻ്റെ നമ്മളിപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് ഷോൾഡർ എത്രയാണോ എടുത്തത് അത് തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മളതിൻ്റെ ഹാഫ് പോർഷൻ കണ്ടിട്ട് ഒരു 1/2 ഇഞ്ചിനാണ് നമ്മളിതാ ഇതേപോലെ 1/4 ഇഞ്ച് ഇടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം തടിയുള്ളവരൊക്കെ ആണെങ്കിൽ, നല്ല കൈക്കൊക്കെ നല്ല വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഷോൾഡർ 6 ഇഞ്ചാണെങ്കിൽ താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ 6.5 ഇഞ്ച് എടുക്കണം, ഒരു 1/2 ഇഞ്ച് കയറ്റിയെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ എത്രയാണോ, നമുക്ക് ഷേപ്പിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഷേപ്പ് റൗണ്ടിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് ആ പോയിൻ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് ജോയിൻ ചെയ്താണ് എടുക്കുന്നത്. ഇതേപോലെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇതിന് ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് വീനെക്കാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ, നമ്മൾ നോർമലായിട്ട് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് ഉള്ളതെങ്കിൽ ഒരു 4 ഇഞ്ചൊന്ന് കൂട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. വീനെക്ക് ആയതുകൊണ്ട് ഇത്തിരി വൈഡായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ എടുത്തിട്ട് ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഇപ്പോൾ 5 ഇഞ്ച് വേണം, 5.5 ഇഞ്ച് വേണം, അല്ല 4.5 ഇഞ്ച് വേണം. ഇപ്പോൾ ഇതേപോലെ എന്നിട്ട് ഞാൻ ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു വി പോലെ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല വി വേണമെങ്കിൽ അതേപോലെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ നെക്ക്. ഇനിയിപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വി നെക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരയിൽ കൂടെ ഇത് നമ്മളിപ്പോൾ വരച്ചില്ലേ, ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ശ്രദ്ധിക്കാനായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഇവിടുന്ന് 1 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് ഇതിനകത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ നെക്കിന് ഇറക്കം വെച്ചില്ല, അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ആ 1.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തതിലേക്ക് നമുക്കൊരു കർവ് പോലെ കൊടുത്ത് അത് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു പോയിൻ്റ് തമ്മിലൊന്ന് ഓർത്തോണം. നമ്മൾ 1.5 ഇഞ്ചാണ്, അതായത് നെക്കിന് എത്രയോ ഇറക്കം ആയിക്കോട്ടെ, 5, 5.5, 6, 4 എത്ര വേണേലും എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അവിടുന്ന് 1.5 ഇഞ്ച്, ആ 1.5 ഇഞ്ചാണ് ഇപ്പോൾ കണക്കിൽ പറയുന്നത്. ആ 1.5 ഇഞ്ചിന്ന് ഇപ്പുറത്തെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടുന്ന്, ഹിപ്പല്ല നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത്. അവിടുന്ന് 1 ഇഞ്ച് മീതേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിംഗ് ഒന്ന് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. ഇപ്പം നമ്മൾ 5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം വെച്ചതെങ്കിൽ 5ൻ്റെ കൂടെ ഈ ഒരു 1.5 ഇഞ്ചും കൂടെ കൂടുമ്പോഴത്തേക്കും 6.5
6.5 ഇഞ്ചാണ് വരുന്നത്. ഇപ്പം മുതിർന്നവർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമുക്കിതാ ഇതേ വരയിൽ കൂടെ തന്നെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അതാ ഈ ഒരു കർവ് പോലെ വരുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് എന്താ പൈപ്പിങ് കൊടുക്കണമെങ്കിലോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമ്മുടെ തുണിയുടെ ആ ഒരു മോഡലിനനുസരിച്ച് നമുക്ക് എന്ത് വേണേലും ചെയ്തെടുക്കാം. ഇനി ബീഡ്സിൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നമ്മുടെ ടോട്ടൽ ഇറക്കം ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഇത് കണ്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് നമ്മുടെ ടോട്ടലായിട്ട് നമ്മൾ ഇറക്കം എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ മുകളിലുള്ള ടോപ്പ് പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനാണ് വേണ്ടത്. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മുടെ നെക്കിനേക്കാളും 1.5 ഇഞ്ച് ഇറക്കിയിട്ടാണ് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നെക്ക് എത്രയാണോ അത് പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ ചേരുന്നതാണ്. ഇപ്പോൾ 5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അത് 6.5 ഇഞ്ചിലേക്ക് മാറും. ഇപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്കേർട്ടിന് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2ആയിട്ട് തുണി മടക്കിയിടുക. നമ്മുടെ വീതിയാണ് നമ്മൾ മടക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് എത്രയാണോ ഇറക്കം, നമ്മുടെ ശരിക്കുമുള്ള ആ ഒരു നമ്മുടെ ഇതിൻ്റെ ലെങ്ത് ഫുള്ളായിട്ട് നമ്മൾ സ്കേർട്ടിലേക്ക് എടുക്കുക. എന്നിട്ട് ആ തുണി നമ്മൾ 2ആയിട്ട് മടക്കുക. എന്നിട്ട് മടക്ക് വശത്ത് വേണം ഇതാണ് നമ്മുടെ ഇപ്പം മടക്ക് വശമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം മടക്ക് വശത്ത് ഇത് കണ്ടല്ലോ, ഇവിടുത്തെ ആ ഒരു ലെങ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഇറക്കം പ്ലസ് 1.5 ഇഞ്ച്. ഇപ്പോൾ 5 ഇഞ്ചാണ് നെക്കിന് എടുത്തതെങ്കിൽ 5ഉം 1.5യും കൂടെ കൂട്ടിയിട്ട് 6.5 ഇഞ്ചാണ് ഈ ഒരു സൈഡിൽ. അതായത് തുണി നമ്മൾ 2ആയിട്ട് മടക്കിയിടുക. ആ മടക്കിയിട്ടതിൻ്റെ ആ ഒരു മടക്ക് കൊള്ളുന്ന ഭാഗത്ത് വേണം നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ടോട്ടൽ ഇറക്കമാണ് എടുത്തത്. നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത് 13.5 ഇഞ്ചോ 12 എത്രയാണോ നമ്മൾ എടുത്തത്. അതായത് തുണി നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ പോർഷൻ തയ്ക്കാനായിട്ട് നമ്മൾ തുണിക്ക് ഇറക്കം എടുത്തില്ല. അത്രയും ഇറക്കം തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു കർവ് പോലെ നമ്മൾ അത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തുണി തൂങ്ങിക്കിടക്കും. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇറക്കത്തിന് നമുക്ക് ആദ്യം തന്നെ പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എത്രത്തോളം നമ്മുടെ തുണിക്ക് വിരിവുണ്ടോ വീതിയുണ്ടോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ചെറിയ പ്ലീറ്റ്സ് ആകുമ്പോഴത്തേക്കും ഒരുപാട് ഭംഗി തോന്നും. നമുക്ക് അത്രയും വിരിവ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല വീതിയിലുള്ള തുണി വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ആ വീതിയിലാണ് നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിടുന്നത്. എന്നിട്ടാണ് ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പം മടക്ക് കൊള്ളുന്ന വശത്ത് വേണം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഇത് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ നെക്കിന് ഇപ്പം നമ്മൾ 5 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച്, 4 ആണെങ്കിൽ 4ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 5.5 ഇഞ്ച് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതേപോലെ ഞാൻ കാട്ടിത്തരാം. ഇതേപോലെ നമ്മുടെ സ്കേർട്ടിനുള്ള തുണി നമ്മൾ കറക്റ്റ് അളവിന് നമ്മുടെ ഷോൾഡർ തൊട്ട് അടിവശം വരെയുള്ള അളവിന് വേണം നമ്മൾ ഇറക്കത്തിന് വേണം നമ്മൾ തുണി എടുക്കാനായിട്ട്. എന്നിട്ട് വേണം ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഇപ്പോൾ 5 ഇഞ്ചാണ് കണക്കാക്കുന്നതെങ്കിൽ ഞാൻ 6.5 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്തത് ആ ഒരു ഇത് കണക്കാക്കിയിട്ട് നെക്കിൻ്റെ ഇറക്കം പ്ലസ് 1.5 ഇഞ്ച് അത് കണക്കാക്കി അവിടെ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് എടുത്ത ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ഇറക്കം നമ്മളിപ്പോൾ നമ്മുടെ ഷേപ്പ് ലെങ്ത് പ്ലസ് 1 ഇഞ്ചാണ് അല്ലേ, അത് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇതാണ് നമ്മുടെ സ്കേർട്ട് തയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നിവർത്തുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇറക്കം കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതായത് നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇത്തിരി കയറിയാണല്ലോ, ഒരു വി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇറക്കമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഞൊറിയിട്ട് എടുക്കാം. തീരെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കണം, അതാണ് ഭംഗി. എന്നിട്ട് നല്ല വശവും കൂടെ ഒരേപോലെ വെച്ചിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതിൻ്റെ അടിവശം നമ്മളൊന്ന് മടക്കി അടിച്ചെടുത്തേക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീതേക്ക് ഇതിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച്
ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ ഞൊറികൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് ആദ്യം തയ്ച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ, അപ്പോൾ അത് ഹാഫ് നമ്മൾ നമ്മുടെ പട്ടുപാവടയൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും 4 ചെറിയ നമ്മൾ 4 പോർഷൻ കണ്ടിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കുന്നു. ഇത് നമ്മൾ ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ സിംഗിളായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാ സാധാരണ മറ്റേതിന് ഫ്രണ്ട് പോർഷൻ എടുത്ത് അതേ ആം ഹോൾ എടുക്കുക, ഷോൾഡർ മാർക്ക് ചെയ്യുക, ആം ഹോൾ ഇത് ബാക്കിൻ്റെ ആയതുകൊണ്ട് 1 ഇഞ്ച് കണക്കാക്കിയിട്ട് കർവ് കൊടുക്കുക. ആ സെയിം നെക്കിൻ്റെ ലെങ്ത് തന്നെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുക. ഇറക്കം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. വി നെക്ക് വേണമെങ്കിലും അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ കൊടുക്കാം കേട്ടോ. ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ഷേപ്പിൻ്റെ ലെങ്ത് 12.5 ആണെങ്കിൽ 12.5 അത് കണക്കാക്കിയിട്ട് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ തുണിയിൽ എത്രത്തോളം ഫ്ലെയർ കിട്ടുമോ അത്രത്തോളം നമുക്കത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കുക, ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവും കൂടെ നമുക്ക് അതിനകത്തേക്ക് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ട് വരുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.